നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു. ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചു. നേതൃത്വത്തിൽ താനിരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വരെ നിലവിലെ നേതൃത്വം താൽക്കാലിക ഭരണ സംവിധാനമായി തുടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ താരസംഘടന അമ്മ ആടിയുലയുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ മോഹൻലാലിനുൾപ്പെടെ രാജിവെച്ചൊഴിയേണ്ടി വന്നത്. സംഘടനയ്ക്കുള്ളിലെ കടുത്ത ഭിന്നതയും നേതൃത്വത്തിന്റെ കൂട്ടരാജിയിലേക്ക് എത്തിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മറ്റു താരങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടതോടെ മറ്റു മാർഗമില്ലാതായി. ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാൽ വികാരാധീനനായി. 17-അംഗ ഭരണസമിതിയിൽ കൂട്ടരാജി. ഇക്കാര്യത്തിലും ഭിന്നാഭിപ്രായമുയർന്നു. ജഗദീഷും ജയൻ ചേർത്തലയും എതിരഭിപ്രായം ഉന്നയിച്ചെങ്കിലും ഒടുവിൽ വഴങ്ങുകയായിരുന്നു. രാജിപ്രഖ്യാപനം വാർത്താക്കുറിപ്പിൽ ഒതുക്കണമെന്നായിരുന്നു ഒരുമിച്ചുള്ള തീരുമാനം. ആരോപണങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. ഒളിച്ചോട്ടമല്ലെന്ന എക്സിക്യൂട്ടീവ് അംഗം ജോയി മാത്യു. പൊതുവെ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുക. പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയാക്കാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിന്റെ പേരിൽ രാജിവെക്കണം. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ എന്ന വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ കുറിച്ചു. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവനിര നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവികാരം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് അടക്കമുള്ളവരെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ കടന്നുപോയത്. അപ്പോഴും താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ സംഘടനയ്ക്ക് മറുപടിയില്ല. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ ബാലാഴി, 24. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ ബാലാഴി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അശ്വിൻ, ഈ കൂട്ടരാജി ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിയോ അതോ ഒളിച്ചോട്ടമോ? വേണു, ധാർമ്മികതയ്ക്കപ്പുറം അല്ലെങ്കിൽ ധാർമ്മികതയ്ക്കൊപ്പം അതിനെ ഒരു ഒളിച്ചോട്ടമായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് താരസംഘടനയിലെ അംഗങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നത്. ലൈംഗിക ആരോപണങ്ങളും അതിനപ്പുറത്തേക്ക് മറ്റു ചില ആരോപണങ്ങളും എല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഔദ്യോഗികമായുള്ള ഇടങ്ങളിലുമെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണണ്ടയോ എന്നുള്ള തരത്തിലെല്ലാം ചർച്ചകൾ നടന്നു. ഈ നിമിഷം വരെ അമ്മയുടെ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംഭവത്തിൽ ഒരു നിലപാട് വിശദീകരിച്ചില്ല എന്നുള്ളതും ഇതൊരു ഒളിച്ചോട്ടമാണ് എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന കാര്യം തന്നെയാണ്. അതിനെല്ലാം അപ്പുറത്ത് ഇനിയിപ്പോൾ എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം അമ്മയ്ക്ക് മുന്നിലുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കും. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടി വരും, അവിടെ ഉത്തരമുട്ടും എന്നുള്ള ഒരു വിലയിരുത്തൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒളിച്ചോട്ടം കൊണ്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കൂട്ടരാജിയിൽ അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലമുറ മാറ്റമാണോ അമ്മയിൽ ഇനി ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നുണ്ട്. വേണം. ശരി, അശ്വിൻ ബാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി ചില പ്രതികരണങ്ങളിലേക്കാണ്. അമ്മയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒളിച്ചോടിയ പ്രസിഡന്റ് എന്ന് മോഹൻലാൽ അറിയപ്പെടുമെന്ന് അന്തരിച്ച നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി സ്വാഗതം ചെയ്യുന്നുവെന്ന് നടി ഉഷാ ഹസീന പ്രതികരിച്ചു. നേതൃനിരയിലേക്ക് സ്ത്രീകൾ വരണമെന്ന് നടി ഗായത്രി വർഷ പറഞ്ഞു. കൂട്ടരാജിയുടെ ആവശ്യമില്ല എന്നും ആരോപണ വിധേയർ മാത്രം പുറത്തുപോയാൽ മതിയെന്നുമാണ് ഷമ്മി തിലകൻ പ്രതികരിച്ചത്. സ്ത്രീകളെല്ലാം കൂടി ഒരുമിച്ചപ്പോൾ, അതായത് പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മണ്യം തടക്കാനാവില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു പുതിയ ശുദ്ധികലശത്തിന് കാരണമാവുന്നതിൽ സന്തോഷമുണ്ട്. കൃത്യമായിട്ടും ഏത് തൊഴിലിടമാണോ, ഏത് പ്രവർത്തന രംഗമാണോ ആ രംഗത്തിന് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് അതിനെ വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ
എത്ര കാലം നമ്മളത് പിടിച്ചു കൊണ്ടുപോയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും, അമ്മ സംഘടനയിൽ വരുന്ന ഭരണസമിതിയെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇത്തരത്തിലുള്ള അംഗങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതി വരണം. എനിക്ക് തോന്നുന്നത് അതൊരിടത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എല്ലാവരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളില്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളിലാണ് താരസംഘടന അമ്മയ്ക്ക് അടിതെറ്റിയത്. നീണ്ട മൗനവും നേതൃനിരയിലുള്ളവർ ആരോപണത്തിൽ കുരുങ്ങിയതും സംഘടനയ്ക്ക് തിരിച്ചടിയായി. ഒടുവിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കൂട്ടരാജി. സംഭവ വികാസങ്ങളുടെ നാൾവഴിയിലേക്ക്. മലയാള സിനിമയെ അടിമുടി ഉലയ്ക്കാൻ പോന്ന ബോംബായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും ഉള്ളുപൊള്ളിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പ്രതികരിക്കാൻ അമ്മ നേതൃത്വം മടിച്ചു നിന്നു. സമ്മർദ്ദത്തിനും വിമർശനത്തിനും പിന്നാലെ നീണ്ട മൗനത്തെ ന്യായീകരിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദിഖും ആ മൗനത്തിന് ക്ഷമ ചോദിച്ച് വൈസ് പ്രസിഡന്റ് ജഗദീഷും മാധ്യമങ്ങൾക്ക് മുന്നിൽ. സംഘടനയിലെ ഭിന്നത മറനീക്കി. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു വ്യക്തമായി പറയാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. സിദ്ദിഖിനെതിരായ പീഡന ആരോപണം അമ്മയ്ക്കുമേൽ കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദിഖിന് പകരക്കാരനായി കണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം. എന്നിട്ടും എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിൽ അംഗങ്ങൾ അതൃപ്തി അറിയിച്ചു. വിമർശിച്ചും ചോദ്യം ചെയ്തും കൂടുതൽ താരങ്ങൾ എത്തിയതോടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ പ്രതിരോധത്തിലായി. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇതോടെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തത്. രൂപീകരണ നാൾ തൊട്ട് ഇന്നേ വരെയുള്ള അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോഹൻലാൽ ഉൾപ്പെടെ അമ്മയുടെ ഭാരവാഹികളുടെ കൂട്ടരാജി. റിസർച്ച് ഡെസ്ക് 24. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് BJP നേതാവ് MT രമേശ്. ചിലപ്പോൾ അങ്ങോട്ട് കാണിച്ച സ്വാതന്ത്ര്യം ഇങ്ങോട്ടും കാണിച്ചതായിരിക്കാമെന്നും പ്രതികരണം. മുകേഷ് രാജിവെക്കണമെന്നതാണ് പാർട്ടി നിലപാട്. സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും MT രമേശ് 24നോട് പറഞ്ഞു. അല്ല, അതിപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞായിരിക്കും. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ പാർട്ടി നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിലപാട് പാർട്ടി പ്രസിഡന്റ് പറയുന്നതാണ്. അതാണ് അവസാനത്തെ നിലപാട്. അല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മൈക്ക് ചൂണ്ടാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണല്ലോ ഈ വിഷയമൊക്കെ ഉള്ളത്. ആ സ്വാതന്ത്ര്യം സുരേഷ് ഗോപി തരുന്നുണ്ടല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ മൈക്ക് ചൂണ്ടുമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ 7 അയലത്ത് പോലും എടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകന്മാർ അങ്ങോട്ട് സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ തിരിച്ച് സ്വാതന്ത്ര്യം ഇങ്ങോട്ട് കുറച്ച് മാറി നിൽക്കണം എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടാകും. അതൊക്കെ വ്യക്തിപരമാണ്. അതൊക്കെ നമ്മളൊരു വലിയ വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. ഞാനത് കണ്ടിട്ടില്ല, വിഷ്വൽ കണ്ടിട്ടില്ല. അങ്ങനെ പിടിച്ചു തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് KUWJ ആവശ്യപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘം മേഖല തിരിച്ച് അന്വേഷിക്കും. പരാതി ലഭിച്ചാൽ ഉടൻ കേസെടുക്കണമെന്നും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനും ഉദ്യോഗസ്ഥർക്ക് DGP നിർദ്ദേശം നൽകി. അതിനിടെ ആരോപണമുന്നയിച്ച് കൂടുതൽ വനിതകൾ പരാതിയുമായി പ്രത്യേക സംഘത്തിന് മുന്നിൽ എത്തി. പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെയും ഉൾപ്പെടുത്തി ഓരോ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ കീഴിലും പ്രത്യേക സംഘങ്ങൾ ഉണ്ടാകും. സംഘാംഗങ്ങളെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കും.
ഓരോ വനിതാ ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ടീം വിപുലപ്പെടുത്താം. ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകി. ആരോപണവുമായി രംഗത്ത് വരുന്നവരുടെ എല്ലാം മൊഴി SIT രേഖപ്പെടുത്തും. മൊഴിയിൽ ഉറച്ചുനിന്ന് കേസെടുക്കാൻ സ്ത്രീകൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ കേസെടുക്കണം. മൊഴി, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കണം. കോടതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് തിരിച്ചടി ലഭിക്കാത്ത വിധം അന്വേഷണം മുന്നോട്ട് പോകണമെന്നും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും DGP നിർദ്ദേശം നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർമാരെ കൂടാതെ മറ്റ് മുതിർന്ന IPS ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ നടൻ ബാബുരാജിനും സംവിധായകരായ VA ശ്രീകുമാർ മേനോൻ, VK പ്രകാശിനുമെതിരെ ആരോപണം ഉന്നയിച്ചവർ പ്രത്യേക സംഘത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ നടി മിനു മുനീറും പരാതി നൽകി. 7 പേർക്കും എതിരായിട്ടുള്ള പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. അവിടുന്ന് 7 സംഘത്തിൽ നിന്ന് IPS ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന ഇമെയിൽ IDയിൽ ഒന്ന് DIGക്കും മാഡത്തിനും ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു, കംപ്ലൈൻറ്റ് അയച്ചു കഴിഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്ത രഞ്ജിത്തിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. അതേസമയം നടൻ സിദ്ദിഖിനെതിരെ നിയമ നടപടി വേണ്ടെന്ന നിലപാടിലാണ് ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത്. 24 തിരുവനന്തപുരം. ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ നടനും MLAയുമായ മുകേഷ് സ്വന്തം തട്ടകത്തിലും ഒറ്റപ്പെട്ടു. ഇന്ന് ചേർന്ന CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ മുകേഷിനെ രൂക്ഷമായി വിമർശിച്ചു. അന്വേഷണം നേരിടണം എന്ന് സംസ്ഥാന നേതാക്കളുടെ മൗനത്തോട് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വിയോജിച്ചു. പരാതി ഉന്നയിച്ചവരുടെ വ്യക്തിത്വം ചോദ്യം ചെയ്താണ് ആരോപണങ്ങൾക്ക് മുകേഷ് മറുപടി പറഞ്ഞത്. മുകേഷിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതാക്കളുടെ മൗനം തുടരുന്നതിനിടെയാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. വിഷയം ചർച്ച ചെയ്ത CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മുകേഷിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. MLAക്കെതിരായ ആരോപണങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അന്വേഷണം നടക്കട്ടെയെന്നും അഭിപ്രായമുയർന്നു. സംസ്ഥാന നേതാക്കളുടെ മൗനം തുടരുന്നതിൽ വിയോജിപ്പ് പരസ്യമാക്കുന്നതായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പ്രതികരണം. അന്വേഷണം നേരിടുമ്പോൾ MLA എന്ന സംരക്ഷണം മുകേഷിന് ഗുണകരമാകില്ലെന്ന ധ്വനിയുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണത്തിന്. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. പല കാരണങ്ങൾ കൊണ്ടും ഗവൺമെൻറ്റിന് ആ റിപ്പോർട്ട് ജനസമക്ഷം സമർപ്പിക്കാൻ സാധിക്കാതിരുന്നത്, അതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ജസ്റ്റിസ് ഹേമ അപേക്ഷിച്ചത് ഇതിലുള്ള നിങ്ങളിത് പുറത്തിറക്കുമ്പം എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് കൊടുക്കരുത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് പ്രസ്താവന ഇറക്കിയ മുകേഷ് പക്ഷേ പരാതി ഉന്നയിച്ചവരുടെ അന്തസ്സ് പ്രസ്താവനയിലുടനീളം ചോദ്യം ചെയ്തു. അവസരം ചോദിച്ചുവന്ന് കിട്ടാത്തവരുടെ ഭീഷണിയായാണ് പരാതിയെ മുകേഷ് വിശേഷിപ്പിച്ചത്. ചിലർ പണം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചെന്നും അതിന് വഴങ്ങാത്തതാണ് പരാതിക്ക് കാരണമെന്നും മുകേഷ് അവകാശപ്പെടുന്നുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘവും സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും തള്ളിപ്പറഞ്ഞ മുകേഷിന് CPIM എത്ര നാൾ സംരക്ഷണ വലയം തീർക്കുമെന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ച് പൾസർ സുനി. വിചാരണ വൈകിപ്പിക്കാൻ ദിലീപ് ശ്രമിക്കുന്നെന്ന് 1-ാം പ്രതി പൾസർ സുനി കോടതിയെ അറിയിച്ചു. വിചാരണയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാർ കോടതിയോട് അഭ്യർത്ഥിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം പ്രധാന ചർച്ചയാകാതെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച. പുനരധിവാസം സംബന്ധിച്ച വിശദമായ നിവേദനം കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയില്ല. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ വയനാട് പ്രാഥമിക ചർച്ചകളിൽ മാത്രം ഒതുങ്ങി. വിശദമായ നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറിയില്ല. സന്ദർശനത്തിൽ കേരളത്തിന്റെ ഉപഹാരം പ്രധാനമന്ത്രിക്ക് കൈമാറി. വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി വിശദമായ നിവേദനം സമർപ്പിക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. വയനാട് പുനരധിവാസ പാക്കേജിനായി 2000 കോടി രൂപയുടെ സഹായമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്രം കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. 24 ഡൽഹി.
BSP ദേശീയ അധ്യക്ഷയായി മായാവതിയെ വീണ്ടും തെരഞ്ഞെടുത്തു. തീരുമാനം ലക്നൌവിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ മൂന്നാമത്തെ കുട്ടിയെയും കണ്ടെത്തി. കുട്ടികളെ കാണാതായത് ഇന്നലെ വൈകിട്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർ ഇടിച്ച് യുവതിക്കും കൈക്കുഞ്ഞിനും പരിക്ക്. അമിത വേഗത്തിലെത്തിയ കാർ ഇരുവരെയും ഇടിച്ചിടുകയായിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധവുമായി PDP. മന്ത്രി പങ്കെടുക്കുന്ന വേദിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തിരുവനന്തപുരം വർക്കല ഇടവയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ആഴക്കടലിൽ മീൻ പിടിക്കാൻ അനുവാദമുള്ളവർ തീരത്തോട് ചേർന്ന് മീൻ പിടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. കോട്ടയം മണിപ്പുഴയിൽ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശികളായ മനോജ്, ഭാര്യ പ്രസന്ന എന്നിവരാണ് മരിച്ചത്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ വൻ സംഘർഷം. സംസ്ഥാനത്ത് BJP നാളെ 12 മണിക്കൂർ ബന്ദ് പ്രഖ്യാപിച്ചു. ബംഗാളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയ് ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും വിവാദമുയർന്നു. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ച മാർച്ച് BJP കൈയടക്കി. ഹൗറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് തടയാൻ പോലീസ് വൻ ക്രമീകരണങ്ങൾ ഒരുക്കി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതക ഗ്രനേഡും പീരങ്കിയും ഉപയോഗിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ BJP അധ്യക്ഷൻ സുഗന്ധ മജുംദാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. BJP നാളെ ബംഗാൾ ബന്ദിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടാനാണ് ശ്രമമെന്നും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നാളെ തുറന്നു പ്രവർത്തിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. അതേസമയം മുഖ്യപ്രതി സഞ്ജയ് റോയ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് CBI അറിയിച്ചു. പോലീസിനായി വാങ്ങുന്ന വാഹനങ്ങളെല്ലാം കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക പതിവെന്നാണ് കൊൽക്കത്ത പോലീസിന്റെ വിശദീകരണം. കൊലപാതകത്തിൽ CBI 5 നഴ്സിംഗ് ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 11ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. 24 ഡൽഹി. ഇതോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.